കളേഴ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സോഫ്റ്റ് റവ ലഡുവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു പുതിയ ഐറ്റമൊന്നുമല്ല, എങ്കിലും ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലൊന്ന് പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ നമ്മൾ ചിരകിയെടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നെയ്യെല്ലാം ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് കാഷ്യൂ നട്ട്സ് അതുപോലെ റൈസിൻസ് നമ്മൾ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം കാഷ്യൂ നട്ട്സാണ് ഇടേണ്ടത്. അതുപോലെ മുന്തിരി, ഉണക്കമുന്തിരി എല്ലാം നല്ല വീർത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു 2 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ്. ഈ റവ നെയ്യിൽ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ കൂടെ ക്രഷ് ചെയ്ത് വച്ചിരിക്കുന്ന തേങ്ങ കൂടെ നമുക്ക് ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായി ഇളക്കണത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മളൊരു 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 കപ്പ് റവയാണ് നമ്മൾ എടുത്തത്, അതിനാണ് 5 കപ്പ് വെള്ളം വെച്ചിരിക്കുന്നത്. അത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിനായിട്ട് നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഏലക്ക ഞാൻ പൊടിച്ചപ്പോൾ നന്നായി പൊടിഞ്ഞില്ല, അതുകൊണ്ട് അതിൻ്റെ തൊണ്ടെല്ലാം അതിൽ കാണുന്നുണ്ട്. ഇനി അല്പം ഫുഡ് കളർ കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ റെഡ് കളറാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ വെള്ളം നന്നായി തിളച്ച് മറിഞ്ഞ സമയത്ത് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ, തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് മുഴുവനായി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വേണം നമുക്ക് ഇനി വേവിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാലാണ് നമുക്കതിൻ്റെ വെള്ളമെല്ലാം വറ്റി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നന്നായി ഇളക്കാം. അപ്പോൾ ഇത് ഡ്രൈ ആവുന്നവരെ നമുക്കങ്ങനെ ചെയ്യണം. ഇതായിപ്പോൾ വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. ഇതായിപ്പോൾ പൂർണ്ണമായിട്ടും വെള്ളം വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ലിഡ് നന്നായി എയർ ടൈറ്റ് ചെയ്യുന്ന രീതിയിൽ വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് അതൊന്ന് തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, നല്ല ഡ്രൈ ആയി തന്നെ ഇരിക്കുന്നുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ കുറച്ച് ആറിയിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ നെയ്യ് തടവിയിട്ട് ലഡുവിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ് വെച്ച് ഗാർണിഷ് ചെയ്ത് നമുക്ക് മുഴുവൻ ലഡുവും ഇതുപോലെ ആക്കിയെടുക്കാം. അതായിപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് റവ ലഡു റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.